അതുപോലെ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ എന്നെയാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ചാനലിന്. അപ്പോൾ എനിക്കെതിരെ നീക്കം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. പത്രമാധ്യമങ്ങൾ എന്തുണ്ട് ഇപ്പോൾ ശ്രീലേഖ IPS കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്? കാരണം അവരൊന്നും ചെയ്യുന്നില്ല, വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ എന്നെയാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ചാനലിന്. അപ്പോൾ എനിക്കെതിരെ നീക്കം തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളും പരാതികളും പുറത്തു വന്നത് അനാവശ്യമായിട്ടുള്ള വിവരങ്ങളും പരാതികളൊക്കെ തന്നെയാണെന്നുള്ളതാണ്. എന്തെങ്കിലും വിവാദങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. കഴിഞ്ഞ 25 വർഷം ഒരു നഗരസഭയുടെ കൗൺസിലറായ ഒരു വ്യക്തി വീണ്ടും വീണ്ടും മത്സരിക്കുക, ഇനി പുതിയ യുവാക്കന്മാർ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ല, ഒരു ഘട്ടത്തിൽ പാർട്ടിയിലെ ചില കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു സാഹചര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കുമില്ലേ? ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് അങ്ങനെ ഒരു സാഹചര്യം വന്നു. അതിനുശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ 1 വർഷം മുൻപ് ചേച്ചിക്കെതിരെ നൽകിയ ഒരു പരാതി വീണ്ടും കുത്തിപ്പൊങ്ങി വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് കൂടി ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേച്ചിക്കെതിരെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ല. കാരണം പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്ത്. ഞാൻ സത്യസന്ധമായിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരു അഴിമതി കേസിലും ഞാൻ പ്രതിയല്ല എന്നുള്ളത് എനിക്ക് ഏത് മേടയിൽ നിന്നും പ്രസംഗിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വരെ ഒരു അഴിമതിക്ക് കൂട്ട് നിന്നിട്ടില്ല, അങ്ങനെ നിൽക്കില്ല, ഇനി നിൽക്കില്ല. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? റിപ്പോർട്ട് ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെയല്ലേ. മനോരമ ന്യൂസാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു വിവാദമായിട്ട് വന്നത്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പരാതി ഉണ്ടായിരുന്നു, എനിക്കറിയില്ല പരാതി ഉള്ളത്. സംസ്ഥാന അധ്യക്ഷനാണ് പരാതി പോയത്. സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു. അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല, അങ്ങനെ ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളെയാണ് വിളിക്കുക പറഞ്ഞു. അതാണ് അതിൻ്റെ മര്യാദ. ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഞാൻ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, പ്രമീളാജി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെ ഒരു പരാതി കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടില്ല.